പരലോക ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യും. രണ്ട് പ്രധാന സംഗതികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ആദർശശുദ്ധി നാം കാത്തു സൂക്ഷിക്കണം. ഓരോ മഹലിലും ആദർശവിശുദ്ധി കാത്തു സൂക്ഷിക്കാതിരുന്നാൽ ആ മഹലിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഛിദ്രതയും അതുപോലെയുള്ള അനഭഷണീയമായ പല സംഗതികളും കടന്നുകൂടുകയും ഏതൊരു സംഗതിക്ക് വേണ്ടിയാണോ ഒരു മഹല്ല് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആ ഉദ്ദേശ ലക്ഷ്യം നടക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ മഹല്ലുകളും ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറപ്പിച്ച് നിർത്തുകയും എങ്ങനെയാണ് അത് നിർത്തേണ്ടത് എന്ന് നമുക്ക് പ്രായോഗികമായി പറഞ്ഞു തന്നിട്ടുള്ള കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംഘടനാ സംവിധാനങ്ങളും രീതികളും ശീലങ്ങളുമൊക്കെ പരിപൂർണാർത്ഥത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഒരു അച്ചടക്കമുള്ള മഹല്ല് രൂപപ്പെടും. സാർവദേശീയ രംഗത്ത് മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അച്ചടക്കരാഹിത്യമാണ്. അച്ചടക്കമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു പ്രതലത്തിൽ നിന്ന് ഒരു നിർമ്മിതിയും സംഭവിക്കില്ല. അത് വളരെ പ്രയാസകരമായി മാത്രമേ മുമ്പോട്ട് പോകൂ. അതുകൊണ്ടാവാം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അച്ചടക്കത്തിന്, ഐക്യത്തിന് മുന്തിയ പരിഗണന നൽകിയത്. വിശുദ്ധ ഖുർആൻ വലാ തഫറഖു, നിങ്ങൾ ഛിന്നഭിന്നമാകരുത് എന്ന് കൽപ്പനാസ്വരത്തിൽ ആജ്ഞാപിച്ചത്. അതുകൊണ്ട് വിഷയവൈപുല്യമുള്ളതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ പ്രഭാഷണം കേൾക്കുന്നവരൊക്കെ പറയുന്നവരെക്കാളേറെ, പ്രത്യേകിച്ചും എന്നേക്കാളേറെ ആ കാര്യത്തിലൊക്കെ ഗ്രാഹ്യമുള്ളവരും ബോധമുള്ളവരുമാണ് എന്ന വിചാരം എനിക്കുണ്ട്. രണ്ടാമത് പറയാനുള്ളത് നേതൃവിശുദ്ധിയാണ്. അള്ളാഹുവിൻ്റെ ദീനിനോട് പരിപൂർണമായും കൂറു പുലർത്തുന്ന, ദീനിന് പരിപൂർണമായും സമർപ്പണം ചെയ്ത ശുദ്ധിയുള്ള ആളുകളാണ് നേതൃത്വം ഏറ്റെടുക്കേണ്ടത്. അശുദ്ധിയുള്ള നേതൃത്വം വരുമ്പോൾ മുന്നേ നടക്കുന്നവർ പാളിപ്പോയാൽ പിന്നെ നടക്കുന്നവർ പലവഴിക്കാകും എന്നാണ് പഴമൊഴി. നമ്മുടെ പുറകിലുള്ള ആളുകൾക്ക് മാർഗദർശനം ചെയ്യുന്ന നിലക്ക് റോൾ മോഡലുകളായി മുൻഗാമികളായ ആളുകൾ നമ്മളെ പഠിപ്പിച്ച വിധം വളരെ വിശുദ്ധിയുള്ള ജീവിത രീതി നാം സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ ഓരോ ആളുകളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവർ എത്രമാത്രം കൃത്യതയും ശുദ്ധിയും കാത്തു സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മഹല്ല് ജമാഅത്തിൻ്റെ അധികാരികൾ ആ മഹല്ല് ജമാഅത്തിലെ അംഗങ്ങൾക്ക് ബോധ്യമുള്ള വിധത്തിൽ ജീവിതം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം. നിസ്കാരാദി കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും സംസാരങ്ങളിലും ശീലങ്ങളിലുമൊക്കെ കൃത്യമായി അവർ ഒരു ശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ അവരെ അംഗീകരിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന, അവരെ സ്വീകരിക്കുന്ന ആളുകൾ മാത്രമായി തീരും അവിടെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് ലികുല്ലി നബിയുൻ ഹവാരിയുൻ എന്ന, എല്ലാ ദീനീ പ്രബോധകന്മാർക്കും ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടായിത്തീരും. ശരിയായ പ്രബോധകനാണെങ്കിൽ, ശരിയായ പ്രവർത്തകനാണെങ്കിൽ, ശരിയായ നേതാവാണെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു സമൂഹം അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനോട് നീതി പുലർത്തുന്നവരാവണം നേതാക്കൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു തങ്ങളെ ഓർത്തുപോകും. ഒരുപക്ഷെ നിങ്ങളൊക്കെ ധാരാളം സന്ദർഭങ്ങളിൽ ഇത് കേട്ടവരാവാം, ഓർമ്മയുള്ളവരാവാം. എന്നാലും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഥമ കീഴ്ഘടകമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പരിഷ്കരണങ്ങൾക്കും ബൗദ്ധികമായി നേതൃത്വം വഹിച്ച ഒരു മഹാപണ്ഡിത പുരുഷനായിരുന്നു ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. MSR കൊണ്ടുവന്നത്, ട്രെയിനിങ് കൊണ്ടുവന്നത്, ഹിസ്ബ് കൊണ്ടുവന്നത്, പബ്ലിക് പരീക്ഷ കൊണ്ടുവന്നതൊക്കെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. അഥവാ വളരെ വലിയ ഒരു വിദ്യാഭ്യാസ വിചക്ഷണം കൂടിയായിരുന്നു അദ്ദേഹം. സാമ്പത്തികമായി അത്രയൊന്നും പുറകിലായിരുന്നില്ല വിദ്യാഭ്യാസ ബോർഡ് എന്ന് എല്ലാവർക്കും അറിയാം. ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അദ്ദേഹത്തിന് മീറ്റിങ്ങിന് പോകുമ്പോൾ അദ്ദേഹം ചെറിയ രോഗത്തിൻ്റെ അടിമയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടെ മൂത്രിക്കേണ്ടതുണ്ട്. അദ്ദേഹം കുണ്ടോട്ടിയിലും മറ്റും ഇറങ്ങി മൂത്രിച്ച് മറ്റു ബസ്സിലാണ് കോഴിക്കോട്ടേക്ക് പോകാറുള്ളത്.
ഇത് ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ ബോർഡ് മാനേജർ ബഹുമാനപ്പെട്ട മൂസ മുസ്ലിയാർ പറഞ്ഞു, നിങ്ങളൊരു കാറെടുത്ത് മീറ്റിങ്ങിൽ വന്നാൽ മതി, ബസ്സിൽ കയറി ബുദ്ധിമുട്ടി വരേണ്ടതില്ല. ജനറൽ സെക്രട്ടറിയോട് സ്ഥാപനത്തിൻ്റെ മാനേജറാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ചോദിച്ചു, ആരാണതിന് വാടക കൊടുക്കുക? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഓഫീസിൽ നിന്ന് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് അത് കൊടുക്കും. അപ്പോൾ കോട്ടുമൽ ഉസ്താദിൻ്റെ മറുപടി, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഫണ്ട് നിങ്ങളുടെയും എൻ്റെയും ഇഷ്ടം പോലെ സൗകര്യം പോലെ ചെലവാക്കാനുള്ളതല്ല, അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഫണ്ടാണ്, അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെലവാക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കാണുന്ന ഈ വിജയത്തിന്, ഇന്ന് കാണുന്ന ഈ പുരോഗതികൾക്ക് നമ്മുടെ മുൻഗാമികളെ ആളുകൾ കാത്തു സൂക്ഷിച്ച ശുദ്ധി ഒരു പ്രധാന ഘടകമാണ്. കേരളത്തിലെ മുസ്ലിമുകളുടെ സുരക്ഷ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ശംസുല്ലമയും പാണക്കാട് സാദാത്തുക്കളും അടക്കുന്ന ആളുകൾ ഈ വിശുദ്ധ മണ്ണിൽ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് എന്ന് നാം കരുതണം. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഏറെ ശുദ്ധി പുലർത്തുകയും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും വേണം. പിന്നെ ഓരോ മഹലിലും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാക്കാൻ ധാരാളം പദ്ധതികൾ നിങ്ങൾക്ക് തന്ന പുസ്തകത്തിലുണ്ട്. ഒരു ചെറിയ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ 50,000-ലധികം വഖഫ് സ്വത്തുക്കളുണ്ട്. അതൊരു മഹാത്ഭുതമായി നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുൻഗാമികൾ എത്ര കഠിനമായ ശ്രദ്ധേയമായ കരുതലുകളാണ് നമ്മളോട് കാണിച്ചത്. 6000 വർഷമായി രാജ്യത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ താമസിക്കുന്നു. അവരുടെ പൂർവികന്മാരുടേതാണ് ഈ ഭാരതം മുഴുവനും എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ മൃതശരീരം ദഹിപ്പിക്കാൻ വീട്ടുവളപ്പിൽ പോകണം. സ്വന്തമായ ശ്മശാനങ്ങൾ പോലും മുഴുവൻ ആളുകൾക്കുമില്ല. എന്നാൽ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ആ അവസ്ഥയില്ല. അവർക്ക് മാന്യമായി മരിച്ചു കിടക്കാനുള്ള 6 അടി മണ്ണ് നമ്മുടെ പൂർവികന്മാർ കണ്ണായ സ്ഥലങ്ങളിൽ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. നമുക്കാവശ്യമായ പള്ളികൾ, നമുക്കാവശ്യമായ സ്ഥാപനങ്ങൾ, സ്വത്തുക്കളൊക്കെ അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കൃത്യമായി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി കരുതലോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ ധാരാളമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എത്രയോ വഖഫ് സ്വത്തുക്കൾ, പള്ളിയോടനുബന്ധിച്ച സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ട് കിടക്കുന്നു. അവിടെ പലതരത്തിലുള്ള കൃഷികൾ നടത്താൻ സാധിക്കും. പല സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കും. ഒരു മഹല്ല് ജമാഅത്ത് വിചാരിച്ചാൽ, ഒരു ജമാഅത്തിൻ്റെ അംഗങ്ങൾ വിചാരിച്ചാൽ ഒരു വർഷത്തിൽ പള്ളിയോടനുബന്ധിച്ച് ഒരു 10 വാഴയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. മലപ്പുറം ജില്ലയിൽ ഇരിങ്ങാട്ടിരി എന്നൊരു മഹലുണ്ട്. ആ മഹലിൽ മുദരിസായി വന്ന ആളായിരുന്നു മർഹൂം KT മാനു മുസ്ലിയാർ എന്ന വലിയ മനുഷ്യൻ. അദ്ദേഹം അവിടെ വരുമ്പോൾ അവിടെ ദരിദ്രരാണ്, മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുള്ള അവസ്ഥയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ ദർസ് നടത്തി കുട്ടികൾ പഠിപ്പിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടും. പക്ഷേ അദ്ദേഹം മറ്റൊന്നുകൂടി ചിന്തിച്ചു, ഭാവിയിലും ഈ മഹല്ല് നിലനിൽക്കണം. ഇരിങ്ങാട്ടിരി പള്ളിയോടനുബന്ധിച്ച കുറേ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. കുട്ടികളെയും നാട്ടുകാരെയും ഉപയോഗപ്പെടുത്തി അത് വിപുലമായി റബ്ബർ തൈകൾ വെച്ച് ഇന്ന് ആ മഹലിലും അറബി കോളേജുമൊക്കെ നടക്കുന്നത് അന്ന് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ വെച്ച് പിടിപ്പിച്ച റബ്ബർ തൈയുടെ പിൻബലത്തിലാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെയൊക്കെ പള്ളിയോടനുബന്ധിച്ച് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ കൃഷിക്ക്. മുസ്ലിമീങ്ങളോട് കൃഷി ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടാമതാണ് കച്ചവടം ചെയ്യാൻ പറഞ്ഞത്. കൃഷി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്യാധീനപ്പെട്ട് കിടക്കുന്ന ഭൂമികൾ, ഉപയോഗപ്രദമല്ലാതെ കിടക്കുന്ന തരിശുഭൂമി തരിശായിടാൻ പാടില്ലെന്നല്ലേ മതനിയമം. ഓരോ പള്ളിയുടെയും പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി, സൗജന്യമായും അല്ലാതെയുമൊക്കെ ഉപയോഗപ്പെടുത്തി സാമ്പത്തികമായ അഭിവൃദ്ധി പള്ളിയോടനുബന്ധിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സമൂഹത്തിൽ ആരും സമ്പത്ത് ദുർവ്യയം ചെയ്യാൻ പാടില്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറഞ്ഞത്, അവനവൻ അനുവദിച്ചതല്ലാതെ അധികമായി ഉപയോഗപ്പെടുത്തിയാൽ അനന്തര തലമുറ കുടുംബങ്ങൾ ഫക്കീർ തരത്തിലേക്ക് എത്താൻ ഇടയുണ്ട് എന്നാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു തത്വചിന്തകൻ കൂടിയാണ്. ഒരു ധനവാന് അയാൾക്ക് അർഹതപ്പെട്ട അയാളോട് യോജിക്കുന്നത് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ. അതിനേക്കാളേറെ അദ്ദേഹം ചെലവാക്കിയാൽ അദ്ദേഹം ദാരിദ്ര്യത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബം ഫക്കീർ തരത്തിലേക്ക് എത്തിച്ചേരാൻ ഇടയുണ്ട്, എത്തിച്ചേരും എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം വായിച്ചവരാണ് ഈ അധികം ആളുകളും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാളായിരുന്നു നിസാം ചക്രവർത്തി. അദ്ദേഹം 2ാം ലോക മഹായുദ്ധത്തിന് 12,000 കോടി പവനാണ് സംഭാവന നൽകിയത്. അത്ര വലിയ സംഭാവന നൽകണമെങ്കിൽ അത്രയധികം പണമുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദിലെ കാർ ഷെഡിൽ ആ കാലത്തിറങ്ങുന്ന എല്ലാ ഒരു കാറിൻ്റെയും മോഡൽ അദ്ദേഹം വാങ്ങി വെക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടായിരുന്ന പേപ്പർ വേസ്റ്റുകളൊക്കെ വില കൂടിയ വൈഡൂര്യങ്ങളും രത്നങ്ങളുമൊക്കെ ആയിരുന്നു. അത്ര വലിയ പണക്കാരനായിരുന്നു.
അത്ര വലിയ പണക്കാരനായതുകൊണ്ട് 21 ആചാരവടി വെച്ചുകൊണ്ട് സ്വീകരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള ഒരു വലിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹത്തിന് അനന്തര തലമുറയിൽപ്പെട്ട പലരും കൊൽക്കത്ത പോലെയുള്ള നഗരങ്ങളിൽ സൈക്കിൾ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് നൽകിയിട്ടുള്ള, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഫണ്ട് അത് പാഴായി പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സാമ്പത്തിക മാനേജ്മെൻറ്റിൽ മുസ്ലിങ്ങൾ വേണ്ടത്ര ജാഗൃതരല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്നുകൂടി ജാഗ്രത കാണിക്കേണ്ടതാണ്, ഒന്നുകൂടി പരിഹരിക്കപ്പെടേണ്ടതാണ്. അമിതമായ ആഹാര രീതികളും അമിതമായ ആർഭാടങ്ങളും അമിതമായ പത്രാസുകളുമൊക്കെ അനാവശ്യമാണ് എന്ന് നമ്മൾ കരുതുകയും, ഇന്നലെ ഇവിടെ പ്രസംഗിച്ചപ്പോഴൊക്കെ പറഞ്ഞല്ലോ, വലാ തുബദ്ദിറിനൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാനി ശയാത്തീൻ. ആ ആയത്തിന് സവിശേഷതയുണ്ട്. ധൂർത്തന്മാർ പിശാചിൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിശാചിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പരാജയമാണ് എന്നാണ്. എന്താണ് ശൈത്താന്മാരുടെ അടയാളം? ശൈത്താൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർലക്ഷണം എന്താണ്? ഒരുപാട് നന്മകൾ ചെയ്തിട്ട്, ഒരുപാട് പഠിച്ചിട്ട്, ഒരുപാട് ആരാധനകൾ ചെയ്തിട്ട് പരാജയമാണ് ഇബ്ലീസിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ധൂർത്ത് പരാജയത്തിൻ്റെ അടയാളമാണ് എന്നാണ് ആ വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠം. സാമ്പത്തികമായി കുറച്ചുകൂടി അച്ചടക്കം പാലിക്കുകയും നിലവിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുകയും ഓരോ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ സാധ്യമായ ഒരു വെള്ളിയാഴ്ച കുറച്ച് ആളുകൾ വന്ന് ഒരു ചെറിയ 1-2 തൈകളൊക്കെ വെച്ചാൽ വളരെയേറെ ഉപകാരപ്പെടുമത്, വളരെയേറെ സൗകര്യപ്പെടുമത്, വളരെയേറെ ഫലം ചെയ്യും. ഭാവിയിലത് പല പള്ളികളും മഹല്ലുകളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഭൂമികളൊക്കെ ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യവും ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ വലിയ സംവിധാനത്തിൻ്റെ തണലിലാണ് നമുക്ക് ഇത്രയൊക്കെ പുരോഗതി ഉണ്ടാവാൻ സാധിച്ചത്, ഇത്ര അഭിമാനപരമായി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ സംവിധാനത്തിന് പോറലേൽക്കാതെ അതിനെ ശക്തിപ്പെടുത്താൻ നാം ഓരോരുത്തരും ബദ്ധശ്രദ്ധരാവണം. അതും ഇത് മതിയെന്ന് വിചാരിക്കാതെ ഓരോ മഹല്ല് ജമാഅത്തും അച്ചടക്കപരമായി മുമ്പോട്ട് പോകാൻ, വ്യവസ്ഥാപിതമായി മുമ്പോട്ട് പോകാൻ, ആ മഹല്ലിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലകളൊക്കെ നിർവഹിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുങ്ങാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സമ്പൂർണ്ണമായി മനസ്സിലാക്കി അംഗീകരിച്ച് അതിൻ്റെ സംഘബലവും ശക്തിയും ശക്തിപ്പെടുത്തി പ്രബലപ്പെടുത്തലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല നിലക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് കാണുന്ന ഈ പുരോഗതികളൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ മാത്രം സംഭാവനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളുടെ ഉദ്ദേശശുദ്ധിയാണ്. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് കാണുന്ന വിധത്തിലുള്ള സൗകര്യമില്ലാത്ത കാലത്ത് ഇന്നിലേക്ക് നമ്മൾ എത്തിച്ചത് അവരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കി അത് അംഗീകരിച്ച മഹാന്മാരുടെ ജീവിത രീതികൾ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു രീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1,00,000-ലധികം പ്രവാചകന്മാരെ അള്ളാഹു നിശ്ചയിച്ചു. അതിൽ 313 മുർസലീങ്ങളും കഴിച്ചുള്ള ആളുകളൊക്കെ നബിമാരാണ്. മുർസലീങ്ങളും നബിമാരും തമ്മിലുള്ള വ്യത്യാസം, മുർസലീങ്ങൾക്ക് ഉമറ ബി തബ്ലീഗി എന്ന് കാണാം, തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നബിമാരുടെ ഏർപ്പാടുകൾ എന്തായിരുന്നു എന്ന ചോദ്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ മറുപടി അവരുടെ ജീവിതമായിരുന്നു, അവരുടെ പ്രബോധനം. ഒരു പ്രവാചകൻ ഒരു അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും ശീലങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ പഠിക്കാനും പകർത്താനും ഇഷ്ടപ്പെടുന്ന ആനന്ദകരമായ ഒരു രീതിയായിരുന്നു. അതാണ് അവരുടെ പ്രബോധനം. അംബിയാ മുർസലീങ്ങളുടെ ജോലി നിർവഹിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ അവരുടെ ജീവിതം വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് ആളുകൾക്ക് ആകർഷണീയമായി തീർന്നാൽ ഈ സമുദായത്തെ അവർക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുക്കും. അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തിയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ മഹാപുരോഗതികളൊക്കെ ഉണ്ടായത് എന്ന് നമുക്കറിയാം. വാഴക്കാട്ടങ്ങാടിയിലെ ഉൾപ്രദേശത്തൊരു കൊച്ചു വീട്ടിൽ ഒരു 10-200 സ്ക്വയർ മാത്രം വീതിയുള്ള ഒരു ചെറിയ വീട്ടിൽ ഒരു കൂരയിൽ പാർത്ത ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് എന്ന പുണ്യപുരുഷനെ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും നെഞ്ചിലേറ്റി സ്നേഹിച്ചത്, ഇഷ്ടപ്പെട്ടത്, ആ നാവിൽ നിന്നുള്ള ഒരു വാക്കിന് വേണ്ടി കാതോർത്തത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി മാത്രം മനസ്സിലാക്കിയാണ്, അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ ജീവിതം മാത്രം ബഹുമാനിച്ചുകൊണ്ടാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ മഹാന്മാരായ എല്ലാ പണ്ഡിതന്മാരും മൺമറഞ്ഞു പോലും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരും ശുദ്ധി അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ചവരാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യാവസാനം എന്നോടും നിങ്ങളോടുമൊക്കെ പറയാനുള്ളത്, ആ ആയുധം മാത്രമേ നമുക്ക് ഏത് സന്ദർഭത്തിലും ഉപയോഗപ്പെടുത്താൻ കഴിയൂ. ഈ 2 ആയുധമില്ലാതെ ഈ അടർക്കളത്തിൽ പൊരുതി വിജയിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കില്ല. ഒന്ന് ആദർശശുദ്ധിയും ഒന്ന് സാമ്പത്തികമായ വ്യക്തിപരമായ ജീവിത രീതിപരമായ ശുദ്ധിയും. ഈ 2 ശുദ്ധി എന്ന ആയുധവുമായി മുമ്പോട്ട് പോയാൽ മാത്രമേ
അള്ളാഹുവിൻ്റെ ദീനിനെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കൂ എന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദുആവസിയത്തോടെ ഒന്നുകൂടി പറയട്ടെ, ഈ സംവിധാനങ്ങളൊക്കെ ഇത്ര ഭംഗിയായി ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരെയും ഇവിടെ ഒരുമിച്ച് കൂടിയവരെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയും പ്രത്യേകം അവരെ ഏത് വാക്കുകൊണ്ട് പറയണമെന്നറിയില്ല. പ്രത്യേകിച്ചും ഈ സദസ്സ് ഇത്ര ഭംഗിയാക്കി എയർ കണ്ടീഷനൊക്കെ ചെയ്ത് കാലികമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിക്കാൻ സൗകര്യപ്പെടുത്തിയ ഇതിൻ്റെ സംഘാടകരൊക്കെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നമുക്കൊക്കെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.